പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ 2 ഭീകരരുടെ വീടുകൾ തകർത്തു. അനന്ത്നാഗ്, പുൽവാമ ജില്ലകളിലെ വീടുകളാണ് തകർത്തത്. പ്രാദേശിക ഭരണകൂടത്തിന്റേതാണ് നടപടി. ആസിഫ് ഷെയ്ഖ്, ആദിൽ തോക്കർ എന്നിവരുടെ വീടുകളാണ് സ്ഫോടനം നടത്തി തകർത്തത്. ദൃശ്യങ്ങൾ കണ്ട് തിരിച്ചു വരാം. ബന്ദിപ്പോരയിലുണ്ടായ ഏറ്റുമുട്ടലിൽ ലഷ്കർ കമാൻഡർ അൽത്താഫ് ലല്ലിയെ സൈന്യം കൊലപ്പെടുത്തിയതായി റിപ്പോർട്ടുണ്ട്. വിവരങ്ങളുമായി PS വിനയ ചേരുകയാണ്. വിനയ, നമ്മുടെ സൈന്യം അതീവ ജാഗരൂകരായി പ്രവർത്തിക്കുകയാണ്. എന്തൊക്കെ സുരക്ഷാ നടപടികളാണ് തുടർന്നു വരുന്നത്? വിശദാംശങ്ങൾ പറയൂ. പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിന് ശേഷം ശക്തമായ തിരച്ചിൽ ജമ്മു കാശ്മീരിൽ ഉടനീളം സൈന്യം നടത്തുന്നുണ്ട്. സംയുക്തമായ ഓപ്പറേഷനാണ് നടത്തുന്നത്. സൈന്യവും അതോടൊപ്പം തന്നെ CRPFും ജമ്മു കാശ്മീർ പോലീസും സംയുക്തമായി അതിർത്തികളിൽ ഉൾപ്പെടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അരിച്ചുപെറുക്കിയുള്ള കനത്ത സുരക്ഷാ സംവിധാനം ഒരുക്കിക്കൊണ്ടുള്ള തിരച്ചിലാണ് നടത്തുന്നത്. ഇന്ന് രാവിലെയോടെയാണ് ഈ ബന്ദിപ്പൂർ മേഖലയിൽ ഈ തീവ്രവാദികൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ള ഇന്റലിജൻസ് വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മേഖലയിൽ ഈ സംയുക്ത സംഘം പരിശോധന നടത്തുന്നത്. ഈ പരിശോധന നടത്തുന്നതിനിടയ്ക്കാണ് ഇത്തരത്തിൽ ഈ ലഷ്കർ കമാൻഡറുടെ സാന്നിധ്യം അവിടെ ഉറപ്പുകയും തുടർന്ന് സൈന്യവും ഭീകരവാദികളും തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടാവുകയും ചെയ്തത്. ഈ ഏറ്റുമുട്ടലിലാണ് ഈ ലല്ലിയെ സൈന്യം കൊലപ്പെടുത്തിയത്. ഈ കൊലപ്പെടുത്തിയതായി റിപ്പോർട്ടുകൾ നേരത്തെ വന്നിരുന്നു. ഈ കാര്യം ഇപ്പോൾ സൈന്യത്തിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ലഷ്കറിന്റെ ഒരു ഉന്നത കമാൻഡർ തന്നെയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമുക്കറിയാം, പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണം അത് നടത്തിയത് ലഷ്കർ-ഇ തോയ്ബയാണ്. പാകിസ്ഥാനിൽ ഇരുന്നു കൊണ്ട് ലഷ്കർ ഭീകരർ ഈ ഭീകരാക്രമണത്തെ നിയന്ത്രിക്കുകയായിരുന്നു. ഈ ലഷ്കർ-ഇ തോയ്ബ എന്ന് പറയുന്ന നിരോധിത തീവ്രവാദ സംഘടന പരിശീലനം നൽകിയ 5 ഭീകരരാണ് പഹൽഗാമിലെത്തി നിരപരാധികളായ 26 പേരെ യാതൊരു ദയാദാക്ഷിണ്യവുമില്ലാതെ വെടിവെച്ചു കൊന്നത്. ഈ 5 പേരുടെ ഒരു സംഘത്തിലുണ്ടായിരുന്ന ജമ്മു കാശ്മീർ വാസികളായിട്ടുള്ള 2 പേരുടെ വീടുകൾ തകർത്തതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ അല്പസമയം മുമ്പ് കണ്ടത്. ഈ 2 പേരും, അതായത് അനന്ത്നാഗ് ജില്ലയിലെ ബ്രിജ് ബഹേര ഗ്രാമത്തിലുള്ള ആദിൽ ഗുരി എന്ന ആദിൽ ഹുസൈൻ തോൽക്ക എന്നുകൂടി അറിയപ്പെടുന്ന ഭീകരൻ, അയാളുടെ വീട് തകർത്തതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. അതോടൊപ്പം തന്നെ പുൽവാമ ജില്ലയിലുള്ള മറ്റൊരു ഭീകരനും, അയാളും ഈ പഹൽഗാമിലുള്ള ഭീകരാക്രമണത്തിൽ പങ്കാളിയായിരുന്നു. ഇവരുടെ 2 പേരുടെയും വീടുകൾ പ്രാദേശിക ഭരണകൂടം സ്ഫോടനം നടത്തി തകർക്കുകയായിരുന്നു. ഇവർ 2 പേരും 2018-19 വർഷങ്ങളിൽ ഈ ജമ്മു കാശ്മീർ വിട്ട് പാകിസ്ഥാനിലേക്ക് പോയവരാണ്. അവിടെ പോയി ലഷ്കർ-ഇ തോയ്ബയുടെ ക്യാമ്പുകളിൽ പരിശീലനം നടത്തി. അതിനുശേഷം ഈ ആക്രമണത്തിന്റെ അതായത് പഹൽഗാം ഭീകരാക്രമണം നടത്തുന്നതിന്റെ ഏതാണ്ട് 1 മാസം മുമ്പ് ജമ്മു കാശ്മീരിൽ തിരിച്ചെത്തി ഈ ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. മറ്റ് പാകിസ്ഥാനിൽ നിന്നും വന്ന് ഇവിടെ ആക്രമണം നടത്തിയ മറ്റ് 3 ഭീകരർക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു നൽകിയ, പ്രാദേശികമായിട്ടുള്ള എല്ലാ പിന്തുണയും ഉറപ്പുവരുത്തിയ ഈ 2 പേരാണ്. ഇവരുടെ വീടുകളാണ് ഇപ്പോൾ പ്രാദേശിക ഭരണകൂടം ബോംബ് സ്ഫോടനത്തിൽ തകർത്തിരിക്കുന്നത്. വിനയ, ജമ്മുകശ്മീരിലെ ഈ ദൃശ്യഭംഗി അല്ലെങ്കിൽ ടൂറിസത്തിന്റെ ഏറ്റവും മികച്ച അവസ്ഥയിൽ നിൽക്കുന്ന ഒരു സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു ഭീകരാക്രമണം അവിടെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ പ്രദേശവാസികളെ കൂടി പങ്കാളികളാക്കി മുന്നേറാനായി എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നതെന്ന് ഉള്ള വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമാക്കാൻ സാധിക്കുമോ? 2024 കണക്ക് നമ്മൾ എടുത്താൽ 2,35,00,000 വിനോദസഞ്ചാരികളാണ് ആഭ്യന്തരവും വിദേശവും കൂടെ ചേർത്ത് ജമ്മു കാശ്മീരിൽ എത്തിയത്.
കോവിഡിന് ശേഷം വലിയ രീതിയിൽ തകർന്നിരുന്ന ഒരു സാമ്പത്തികാവസ്ഥ, ഒരു ദരിദ്രാവസ്ഥയിലേക്ക് പോയിരുന്ന ഒരു സംസ്ഥാനത്തിന്റെ സാമ്പത്തികാവസ്ഥ കുതിച്ചു കയറുന്ന ഒരു കാഴ്ചയായിരുന്നു നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി ജമ്മു കാശ്മീരിൽ കണ്ടത്. പ്രത്യേകിച്ചും ഭരണഘടനയുടെ 370 അനുച്ഛേദം എടുത്തു കളയുകയും പിന്നീട് അവിടെ ഒരു കേന്ദ്രഭരണ പ്രദേശമാക്കി ഭരണം വരികയും അതിനുശേഷം വലിയ തോതിൽ വികസന പ്രവർത്തനങ്ങൾ അവിടെ നടത്തുകയും ചെയ്തൊക്കെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്രയും വിനോദസഞ്ചാരികൾ അവിടേക്ക് വന്ന സമയത്ത് അവിടുത്തെ എല്ലാ മേഖലകളിലും, ടൂറിസവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ മേഖലകളിലും വലിയ രീതിയിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടന്നു. അതിന്റെ ഭാഗമായിട്ട് വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക പുരോഗതിയിലേക്ക് സംസ്ഥാനം പോയിരുന്നു. ആ സമയത്താണ് ഇപ്പോൾ ഈ പഹൽഗാമിൽ ഇത്തരത്തിലൊരു ഭീകരാക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ജമ്മു കാശ്മീരിൽ ഈ ടൂറിസത്തിന്റെ ഏറ്റവും പീക്ക് സീസൺ കൂടിയാണ്. വലിയ തോതിൽ വിനോദസഞ്ചാരികൾ അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരുന്ന ഒരു സമയം കൂടിയായിരുന്നു. ഇപ്പോൾ ആ പഹൽഗാമിൽ ഭീകരാക്രമണം നടക്കുന്ന സമയത്ത് ആ കുന്നിന്റെ മുകളിൽ നിരവധി വിനോദസഞ്ചാരികൾ ഉണ്ടായിരുന്നു, വിദേശികളും അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ നിന്നുള്ളവർ എല്ലാമായിട്ട്. ഇത്തരത്തിലൊരു ഭീകരാക്രമണം ഉണ്ടായതിനെ തുടർന്ന് വലിയ തോതിൽ ഈ വിനോദസഞ്ചാരികളുടെ ഒഴുക്കിൽ കുറവുണ്ടായിട്ടുണ്ട്. ടിക്കറ്റ് ബുക്ക് ചെയ്ത ആളുകളെല്ലാം തന്നെ ക്യാൻസൽ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അവിടെ തുടരുന്ന ആളുകൾ എത്രയും വേഗം സ്വന്തം ജന്മനാടുകളിലേക്ക് തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത് പ്രാദേശിക തലത്തിൽ കൂടി വലിയ ചലനമുണ്ടാക്കിയിട്ടുണ്ട്. കാരണം വലിയ രീതിയിലൊരു സാമ്പത്തിക മുന്നേറ്റത്തിലേക്ക് അല്ലെങ്കിൽ ജീവിതം പച്ചപിടിപ്പിക്കുന്ന രീതിയിലേക്ക് കശ്മീരികൾ പോയിരുന്നൊരു സമയത്ത് ഇത്തരത്തിലൊരു ഭീകരാക്രമണം ഉണ്ടാകുന്നു. നേരത്തെ സൈന്യം നടത്തിയ ഓപ്പറേഷനുകൾ അവിടെ ഭീകരരെ വധിക്കുന്ന സമയത്തെല്ലാം തന്നെ സൈന്യത്തിനെതിരെ ഒരു വിഭാഗം തിരിയുന്ന അല്ലെങ്കിൽ പ്രതിഷേധം നടത്തുന്ന കല്ലെറിയുന്ന അവസ്ഥയൊക്കെ നമ്മൾ ജമ്മു കാശ്മീരിൽ നിരവധി തവണ കണ്ടതാണ്. അതിൽ നിന്നെല്ലാം മറിച്ച് ഈ സമയത്ത് പ്രതികരിച്ചതിന് ബന്ദിപ്പോരയിലുണ്ടായ ഏറ്റുമുട്ടലിൽ ലഷ്കർ കമാൻഡർ അൽത്താഫ് ലല്ലിയെ സൈന്യം കൊലപ്പെടുത്തിയതായി റിപ്പോർട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് PS വിനയ.